വിദ്യാലയങ്ങൾ ഇപ്പോൾ പഴയ പോലല്ല. വിദ്യാലയങ്ങൾ അനവധി സമരഭടന്മാരുണ്ട്, സുസജ്ജമായ സമരഭടന്മാർ. അപ്പോൾ NSS, അതുപോലെ NCC, അതുപോലെ സ്റ്റുഡൻറ്റ് പോലീസ് കേഡർ, അതുപോലെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, പിന്നെ JRC, ജൂനിയർ റെഡ് ക്രോസ്, ഇങ്ങനെ അനവധി ആളുകളുണ്ട്. എന്തൊക്കെ പ്രശ്നം വന്നാലും അത് നേരിടാൻ അവർ സുസജ്ജമാണ്. ഒരു സുശക്തമായ വ്യാപാര സ്ഥാപനം പോലെ വെൽ നിറ്റാണ് ഇപ്പോഴും സ്കൂളുകളും. അധ്യാപകന്മാരും അതുപോലെയുള്ള പരിശീലനം ലഭിച്ച ആളുകളാണ്. എങ്ങനെയാണ് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോവുക, എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് നന്നായി ചെയ്യുക എന്നൊക്കെ അവർക്ക് നന്നായി അറിയാം. ഒരു പക്ഷേ നാളെ അവർ വളർന്ന് വലുതായി ഒരു മാനേജർ ആവുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ സാരഥ്യം വഹിക്കാനുള്ള ശേഷി അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അവർക്ക് യാതൊരു സംശയവും അതിനൊന്നും ഉണ്ടായിരിക്കില്ല. ഇങ്ങനെ സുശക്തമായ ഒരു യുവജനതയെ പടുത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അധ്യാപകന്മാരുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള കലാമേളകളോ മറ്റ് സംരംഭങ്ങളോ ഒക്കെ ഉണ്ടാക്കുന്നതും. ഇപ്പോൾ എൻ്റെ കൂടെ ഇതിൻ്റെ വെൽഫെയർ കമ്മിറ്റി, ഈ പരപ്പനങ്ങാടി ഉപജില്ലാ സ്കൂൾ കായിക കലോത്സവത്തിൻ്റെ വെൽഫെയർ കമ്മിറ്റിയുണ്ട്. ശ്രീ സെയ്ദ് കോലായി ഇതിൻ്റെ ആക്ടിംഗ് ചെയർമാനാണ്. വൈസ് ചെയർമാനാണ്, ചെയർമാൻ ഇല്ല. അതുകൊണ്ട് അദ്ദേഹം ആക്ടിംഗ് ചെയർമാനായിട്ട് പ്രവൃത്തി നോക്കുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം, എന്തൊക്കെയാണ് ഈ വെൽഫെയർ കമ്മിറ്റി ചെയ്യുന്നത്, എന്തൊക്കെയാണ് വെൽഫെയർ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തങ്ങൾ, എങ്ങനെയാണ് ഇങ്ങനെയൊരു സംരംഭം ഏറ്റവും നന്നായിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ പോകുമ്പോഴും എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്നുള്ള ആ ഒരു സൂക്ഷ്മതയിൽ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ശ്രീ കൊലായി, വെൽക്കം ടു ദിസ് സെഷൻ. എന്തൊക്കെയാണ് നിങ്ങളുടെ വെൽഫെയർ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ? വെൽഫെയർ കമ്മിറ്റി പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്നത് മെഡിസിൻ ആയിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ എമർജൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യും. പിന്നെ റിഫ്രഷ്മെൻ്റായിട്ട് ബന്ധപ്പെട്ട് വെള്ളം, ചായ, ടീ തുടങ്ങിയ സാധനങ്ങൾ. അതിൻ്റെ പിന്നെ നമുക്ക് ഒരു കമ്മിറ്റി, കൃത്യമായൊരു കമ്മിറ്റി ഉണ്ട്. ചെയർമാൻ, വൈസ് ചെയർമാൻ, പിന്നെ കൺവീനർ, പിന്നെ അതിൽ കമ്മിറ്റിയിൽ കുറച്ച് അംഗങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പിന്നെ അതുമായി ബന്ധപ്പെട്ട് മെഡിക്കലായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ പിന്നെ അനസാർ ഉണ്ട്. പിന്നെ കൺവീനർ പിന്നെ മുജാഹിദ് മാഷുണ്ട്. മാഷ് അതിനെ കോർഡിനേഷനെ കുറിച്ച് സംസാരിക്കും. അപ്പോൾ ഹെൽത്ത്, അതാണല്ലോ പ്രധാന പ്രശ്നം. പ്രത്യേകിച്ചും ഒരുപാട് പകർച്ചവ്യാധികൾ കേരളത്തിൽ എല്ലാവർക്കും പേടിയാണ്. ഒരു വെള്ളം കാണുമ്പോഴൊന്ന് മുഖം കഴുകാൻ പോലും ചിലപ്പോഴൊക്കെ പേടിയാണ് നമ്മൾക്ക്. കാരണം ഹെൽത്തിൻ്റെ കാര്യം അത് സർട്ടിഫൈഡ് ആയിരിക്കും. വെള്ളം പോലും സർട്ടിഫൈഡ് ആവേണ്ട ഒരു കാലമാണ് ഇപ്പോൾ. നമ്മുടെ സ്വന്തം കിണറിലെ വെള്ളം പോലും വിശ്വാസമില്ലാത്തൊരു കാര്യം വന്നിരിക്കുന്നു. എന്ന് കരുതി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ സൂക്ഷിക്കണമെന്ന് മാത്രം. അത് സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുന്ന ആളുകളുണ്ട്, പ്രത്യേകിച്ച് ഹെൽത്ത് കമ്മിറ്റിയുടെ. സർ, നമുക്കിപ്പോൾ ഈ കമ്മിറ്റി ഫോം ചെയ്തിട്ടുള്ള കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ്റെ സബ് ജില്ലാ കമ്മിറ്റിയാണ് ഇതിൻ്റെ ഉത്തരവാദിത്ത ഫെഡറേഷൻ. അപ്പോൾ അതിൽ ഇവിടെ വരുന്ന ആരുടെയും ക്ഷേമകാര്യങ്ങൾ, എല്ലാ വിധത്തിലുള്ള ക്ഷേമകാര്യങ്ങൾ, വെൽഫെയർ, എല്ലാ കാര്യങ്ങളും, അത് വെള്ളം, ചായ, മറ്റുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായാലും നമുക്കിവിടെ തിരങ്ങാടി MKH ഹോസ്പിറ്റലിലെ ടീമും അതുപോലെ ഇവിടെ കല്ലമ്പാറ ലാഫിയ ടീം, 2 ടീം നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ കൂടാതെ നമ്മളെ ആരോഗ്യവകുപ്പിൻ്റെ ടീമും ഉണ്ട്. പിന്നെ അവർ ആംബുലൻസ് സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. സാധാരണയായിട്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ കാണുന്നുണ്ടോ? ഒരു തളർന്നു വീഴുക, സൂര്യാഘാതം, മറ്റേ ഡാൻസിന് കുട്ടികളെ രാവിലെ മേക്കപ്പ് ഇട്ട് റെഡിയാവും. അവിടെ ഫംഗ്ഷൻ മുക്കാറും വൈകിട്ടായിരിക്കും. അവർ ഫുഡ് കഴിക്കൂല, വെള്ളം കുടിക്കുക. ഈ മേക്കപ്പ് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും കഴിയില്ല. അപ്പോൾ അവർ പരിപാടി കഴിഞ്ഞുകൊണ്ട് തളർന്നങ്ങ് വീഴാണ്. അപ്പോൾ ഇത് കാണുന്നവരെല്ലാവരും പെട്ടെന്ന് പേടിച്ചോ. ഇതിന് ഭക്ഷണം കഴിക്കാത്തതാണ് ഷുഗർ ഡൗൺ ആവുന്നതാണ് പ്രശ്നം പ്രധാനം. ചിലപ്പോൾ ലാസ്റ്റ് നമ്മൾ ഒരു കുട്ടി വന്നത് ഒപ്പന കഴിഞ്ഞ് ഷുഗർ ഡൗൺ ആയപ്പോൾ നേരെ നമ്മൾ TMHൽ കൊണ്ടുപോയി ട്രിപ്പ് ഇട്ടപ്പോൾ റെഡിയായി. അങ്ങനെ ഒരു ട്രാൻസിയൻറ്റ് ഹൈപ്പോഗ്ലൈസീമിയ അതായിരിക്കും ഇങ്ങനെയുള്ള സമയങ്ങളിൽ. അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ നിർജ്ജലീകരണം, ഭക്ഷണം കഴിക്കാത്ത തന്നെ പ്രധാനം. ഒന്നും കണ്ട് ചെല്ലണില്ല, വെള്ളമില്ല, ഭക്ഷണം കാര്യങ്ങളൊന്നുമില്ല. ഇത് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിലാണ് പിന്നെ ഇതിൻ്റെ ടെൻഷനിലും മാനസിക പിരിമുറുക്കം വേറെ ഉണ്ടാവും. പിന്നെ അവർ പല സാധനങ്ങളും ഇങ്ങനെ മേലെ കെട്ടി വെച്ചിക്കല്ലേ, അതിൻ്റെ ഒരു പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ സാന്ത്വനിപ്പിക്കുക, വെള്ളം വേണ്ടത്ര കുടിപ്പിക്കുക, ഇതൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങൾ സംസാരിക്കണം, ആധികാരികമായിട്ട് സംസാരിക്കണമെങ്കിൽ. സാറ് എന്താ പേര്? അനസ് തിരുത്തിയാണ്. എന്താ? ഞാൻ സ്കൂൾ അധ്യാപകനാണ്. മലപ്പുറം ജില്ലാ ട്രോമാ കെയറിൻ്റെ ഈ മേഖല പരിശീലനം കൂടിയാണ്. അപ്പോൾ നമ്മൾ ട്രെയിനറാണ്. അതെ. അപ്പോൾ ഞങ്ങൾ സെയ്ദ് സാർ അടക്കമുള്ള ടീം, ഈ ഒരു ടീമിൻ്റെ പ്രത്യേകത മറ്റു കുട്ടികളിൽ നിന്ന് ട്രെയിൻഡ് ടീമാണിത്. ഒരു ഇൻകേസ് ഇങ്ങനെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ട്രോമ ശാസ്ത്രീയമായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ മാത്രം ചെയ്തിട്ട് നേരെ മെഡിക്കൽ ടീമിൻ്റെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ടീമിൻ്റെ പ്രത്യേകത. ഇവിടെ ഒരു
സ്ട്രക്ചർ ഒക്കെ കണ്ടു. Structure, അതെ, yes, yes, ഒരാൾ വീഴുകയാണെങ്കിൽ, ആ. ഒരു വെഹിക്കിൾ ആക്സിഡന്റ് എന്ന് വെക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെ വീഴുകയാണെങ്കിൽ നമ്മൾ കോരി എടുക്കാൻ അത് എടുക്കാൻ പാടില്ല എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് അവിടെ കൃത്യമായിട്ട് ലോഗ് റോൾ മെത്തേഡ് എന്നൊരു ലോഗ് റോൾ മെത്തേഡ്. ഒരിക്കലും സ്പൈനൽ ഇഞ്ചുറി സസ്പെക്ട് ചെയ്തിട്ട് വേണം ഒരാളെ എടുക്കാൻ. ആ സമയത്ത് ഒരിക്കലും അയാൾ ഒരിക്കൽ പോലും ഒന്ന് വളയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ തടി ഉരുട്ടും പോലെ ചെരിച്ചിട്ട് വേണം സ്ട്രക്ചറിൽ കയറ്റാൻ. പക്ഷെ നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുക അപകടത്തിൽ നിന്ന് എടുത്തിട്ട് ആംബുലൻസ് കൊണ്ടുപോകല. പലപ്പോഴും പട്ടാളക്കാരുടെ ട്രെയിനിങ് വീഡിയോയിൽ ഇത് കാണാറുണ്ട്. അതെ അത് പല സ്ഥലത്തും രക്ഷപ്പെടാനുള്ള സാധ്യതയാണ്. കാരണം ഇന്ന് അപകടത്തിൽ കിടപ്പിലായ പലരും ഒരു 80% കിടപ്പിലാകാനുള്ള കാരണം അപകടത്തേക്കാളേറെ രക്ഷപ്പെടുത്താൻ ചെന്നവരുടെ പ്രവർത്തന. റെഡ് ക്രോസ്, ലോകപ്രശസ്തമായ റെഡ് ക്രോസ്, എവിടെയൊക്കെ യുദ്ധം ഉണ്ടായിരുന്നുവോ അവിടെയൊക്കെ അവസാനം വെടിയേറ്റ് വീഴുന്ന പട്ടാളക്കാർ ജീവൻ രക്ഷിച്ചത് മുഴുവൻ ഒരുപക്ഷെ റെഡ് ക്രോസിന് സേവനം കൊണ്ടായിരിക്കാം. അതിൻ്റെ ജൂനിയർ വിഭാഗം ഇവിടെയുണ്ട്. ടീച്ചർ ജൂനിയർ വിഭാഗത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ടീച്ചർ ജൂനിയർ റെഡ് ക്രോസ് അല്ലേ? എത്ര കുട്ടികളുണ്ട് നിങ്ങളുടെ ജൂനിയർ റെഡ് ക്രോസിൽ? നമുക്ക് നമ്മുടെ സ്കൂളിൽ 2 യൂണിറ്റുകളാണ്. 8ാം ക്ലാസ്സിൽ 60, 9ൽ 60, 10ൽ 60, അങ്ങനെ 180 കുട്ടികളാണ് നമ്മളെ സ്കൂളിൽ ജൂനിയർ റെഡ് ക്രോസിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ആസന്ന ഘട്ടത്തിലുള്ള പേഷ്യൻസിൻ്റെ ആ ഒരു പരിചരണം നൽകാൻ മുറിവ്, രക്തമൊലിവ്, ശ്വാസം കിട്ടായ, നാടിമിടിപ്പ് നോക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ സുസജ്ജമാണോ? ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് എല്ലാ കുട്ടികൾക്കും ഫസ്റ്റിലേ കൊടുക്കും. അപ്പോൾ ഇപ്പോൾ നേരത്തെ സംസാരിച്ച അനസ് സാറ്, അതേപോലെ കോയാലി സാർ, ഇവരൊക്കെ ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കുട്ടികൾക്ക് കൊടുത്തിരുന്നത്. CPR കൊടുക്കാനും ഒക്കെ ഇവർക്കറിയാം. അപ്പോൾ നമ്മുടെ സ്കൂളിൽ കാർഡിയോപൾമണറി റെസസിറ്റേഷൻ, അതേപോലെ നമ്മുടെ സ്കൂളിൽ സ്പോർട്സിൻ്റെ ദിവസങ്ങളിൽ എന്തെങ്കിലും സ്പോർട്സിൻ്റെ ഭാഗമാണ്. സ്പോർട്സ് നടക്കുന്ന ദിവസങ്ങളിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചെറിയ മുറിവുകൾ, മസിൽ പെയിൻ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇവർ മാനേജ് ചെയ്യും. ഇവർ തന്നെ ചെയ്യും. പിന്നെ നിങ്ങളോട് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ 2-3 ആൾ അറ്റൻഡ് ചെയ്യാൻ, ഒരാൾ വിവരത്തിന് മെസ്സഞ്ചറായിട്ട് ഓടാൻ, ഇങ്ങനെയുള്ള എല്ലാ ട്രെയിനിങ്ങും ഇവർക്കുണ്ട്. ചെയ്യും. അതേപോലെ കുട്ടികളെ ഇവരുടെ അടുത്ത് കൊണ്ടുവന്നാൽ അവർ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. പിന്നെ പറ്റാത്ത നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വിടേണ്ടതാണെങ്കിൽ അങ്ങനെ അത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക്, എന്തായാലും അവരുടെ സേവനം ആവശ്യമാണല്ലോ. അവരാണല്ലോ നിർണായകമായ തീരുമാനം എടുക്കണം. എന്തായാലും ഇങ്ങനെയൊരു സുസജ്ജമായ ടീം ഇവിടെയുണ്ട്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ആ ഒരു പട്ടാളക്കാരുണ്ടല്ലോ, അവരെപ്പോഴും സുസജ്ജമാണ്. ഒന്നും അവരോട് പറയേണ്ട ആവശ്യമില്ല, ഇന്നത് ചെയ്തോളൂന്ന്. അവർക്ക് അതിനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്, പരിശീലനം കിട്ടിയിട്ടുണ്ട്. എന്താ പേര്? അശ്വന്ത്. എന്തൊക്കെയാണ് നിങ്ങളെ പഠിപ്പിച്ചത്? ഞങ്ങളെ എല്ലാ ഇതിലേക്കുള്ളത് പഠിപ്പിച്ചിട്ടുണ്ട്. മെഡിക്കലായാലും നമുക്ക് ഇവിടെ പറഞ്ഞ സാർമാർ തരുന്ന ഇൻസ്ട്രക്ഷൻസിന് അതീതമായിട്ട് ഞങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ എന്ത് എമർജൻസി ഉണ്ടെങ്കിലും ഞങ്ങളാണ് അവിടെ എത്തുന്നത്. അപ്പോൾ ഒരാൾ വീണ് കിടക്കാന്ന് വെക്കാം, പെട്ടെന്ന് വീണ് പോയി. അപ്പം നോക്കുമ്പോൾ അയാൾ ശ്വാസം വരുന്നില്ല, പക്ഷെ കൈ പിടിച്ച് നോക്കിയപ്പോൾ മിടിപ്പുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉടനെ ഡോക്ടറെ വിളിക്കാൻ ഒരാളെ അയക്കും. അപ്പോൾ തന്നെ അതിനുശേഷം ഡോക്ടർ വരുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ അയാളെ CPR കൊടുക്കേണ്ട ആവശ്യമില്ല. അത് CPR കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് എങ്ങനെ തീരുമാനിക്കും? നമ്മളെ പൾസ് ഉണ്ടല്ലോ, പൾസ് ഉണ്ടാകുമ്പോൾ പിന്നെ ബ്രീത്തിന് പ്രശ്നമാണെങ്കിൽ നമ്മൾ അയാളെ ഇത് നെക്ക് നമ്മൾ ശരിക്ക് പിടിക്കും. തളർന്നു വീണതാണെങ്കിൽ ഇങ്ങനെ ആയിട്ട് ബ്ലോക്ക് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വായിൽ കുടുങ്ങിയിരിക്കുന്ന എന്തെങ്കിലും ആകാം. അപ്പോൾ നമ്മളത് യെസ്, അപ്പോൾ അത് അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ ഈ നെക്ക് ഇത് ഇങ്ങനെ ആകുമ്പോൾ ഇത് ക്ലോസ് ആയിരിക്കും, നാവ് ഉള്ളിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇതിങ്ങനെ പൊക്കി കൊടുക്കുമ്പോൾ അവിടേക്ക് ഇത് ശരിയാവും. അപ്പോൾ കോൺഫിഡൻ്റ് ആണ്. യെസ്, നമ്മൾ ഓൾറെഡി ട്രെയിൻഡ് ആണ്, ഫസ്റ്റ് എയ്ഡ് ട്രെയിൻഡ് ആണ്. പലപ്പോഴും ജീവൻ രക്ഷിക്കുന്നത് നിങ്ങളാണ്. ഡോക്ടർ എത്തുന്നതിന് മുന്നേ നിങ്ങളാണ്. തീർച്ചയായിട്ടും ഡോക്ടർമാരോട് എപ്പോഴൊക്കെ സംസാരിക്കാൻ പറ്റുമോ അപ്പോഴൊക്കെ സംസാരിക്കേണ്ടിയിരിക്കും. ഓഫ് കോഴ്സ്. അപ്പോൾ അവരോട് അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം സശ്രദ്ധം കേൾക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ട്രെയിനിങ് തന്നത് സയ്യിദ് സാറാണ്. കേട്ടപ്പോൾ വിശ്വസിക്കുകയും ചെയ്യരുത്. ഇല്ല. ഉടനെ നിങ്ങൾ ആധികാരികമായിട്ടുള്ള വെബ്സൈറ്റുകളിലോ AI പലപ്പോഴും ചോദിക്കാം, പക്ഷേ പൂർണ്ണമായിട്ടും ആധികാരികളുടെ സൈറ്റിൽ നോക്കി പഠിക്കുകയും വേണം. അതെ, ഞങ്ങൾക്ക് ട്രെയിനിങ് കിട്ടിയതാണ്. കഴിഞ്ഞ ആഴ്ച നമുക്ക് ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാമ്പിൽ ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് ഉണ്ടായിരുന്നു, തുടങ്ങിയ എല്ലാ ഇതുണ്ടായിരുന്നു. നമുക്ക് ഫസ്റ്റ് എയ്ഡ് തന്ന സാറാണ് സയ്യിദ്. ഫസ്റ്റ് എയ്ഡ് വേറെ എന്തൊക്കെ ചെയ്യും? CPR അല്ലാത്ത ചെറിയ ഫസ്റ്റ് എയ്ഡ് വേണം. മുറി പറ്റിയപ്പോൾ ഒരാൾ വീണ എല്ല് പൊട്ടാണെങ്കിൽ നമുക്ക് ബാൻഡേഡ് കെട്ടാം. നമുക്ക് ഈ സ്കാഫ്, നമ്മുടെ സ്കാഫാണിത്. ഞങ്ങൾ ഗൈഡ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ വെൽഫെയർ ആയതുകൊണ്ട് യൂണിഫോം ഇടണ്ടെന്ന് പറഞ്ഞതാണ്. നമുക്കും ഉണ്ട് ഇങ്ങനത്തെ ഒരു സ്കാഫ്. അപ്പോൾ അത് നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് വരുന്നത്. അത് വെച്ച് നമുക്ക് കൈ കെട്ടാം. കാലിലാണെങ്കിലും നമുക്ക് പലതരം ബാൻഡേജസ് ഉണ്ട്. നീ ബാൻഡേജ്, പാം ബാൻഡേജ്, അങ്ങനെ പലതരം ബാൻഡേജസ് ഉണ്ട്. പിന്നെ അത് വെച്ച് നമുക്ക് ഒരുപാട് നോട്ട്സ് ഉണ്ട്. ഒരു കയറി ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരാൾ എന്തിലെടുക്കുകയാണെങ്കിലും നമുക്ക് അയാളെ പൊക്കാൻ പറ്റിയ തരത്തിലുള്ള കെട്ടുകളുണ്ട്, പലതരം സാധനങ്ങൾ. റിസ്ക് ബോഡി എങ്ങനെ തോളിലേക്ക് എടുക്കാം? സ്പൈനൽ ഇഞ്ചുറി അല്ലെങ്കിൽ ഫ്രാക്ചർ വന്ന ഭാഗത്തിന് കൂടുതൽ പരിക്ക് പറ്റാതെ അവരെങ്ങനെ മറ്റ് ടൂളില്ലാതെ നമ്മുടെ ശരീരം കൊണ്ട് തന്നെ എങ്ങനെ കെയർ ചെയ്യാം എന്നുള്ളതിന് ട്രെയിനിങ് ഉണ്ടായിട്ടുണ്ടോ?
നമുക്ക് കൈ കൊണ്ട് ചെയ്യാവുന്നുള്ളൂ. അതായത് ഇപ്പം കൈയിൻ്റെ എല്ല് പൊട്ടിയ ഒരാളുടെ കൈ ആദ്യം നമ്മൾ കെട്ടും, ഒരു തുണി ബാൻഡേജ് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൈ ഇളക്കാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ പ്രോസസ്സ്. അത് ഇളക്കാതെ നമുക്ക് എങ്ങനെ അയാളെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. നടക്കാൻ കാലിന് പെയിനുള്ളവരാണെങ്കിൽ നടക്കാൻ കഴിയില്ലെങ്കിൽ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും അയാളെ. നമുക്ക് ലിഫ്റ്റിംഗ് മെത്തേഡൊക്കെ സ്കൗട്ടിലും ഗൈഡ്സിലും അവൈലബിൾ ആണ്. ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 പേര് കൈ കൂട്ടി വെച്ചാൽ അയാൾ അവിടെ ഇരുത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് അയാളെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതൊക്കെ ട്രെയിൻഡ് ആണ് നമ്മൾ ഓൾറെഡി. അപ്പം ഇങ്ങനെയുള്ള എല്ലാ പരിശീലനങ്ങളും കിട്ടിയിട്ടുള്ള സുസജ്ജമായ പട്ടാളം നമ്മുടെ ഇവിടെയുണ്ട്. ഈ യുവജനോത്സവത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരികയില്ല എന്ന് തന്നെ ഉറപ്പിക്കാം, വരാതിരിക്കട്ടെ. എന്നാലും വന്നു പോയാലോ നമ്മൾ വാപൊളിക്കാൻ പറ്റില്ലല്ലോ. താങ്ക് യു വെരി മച്ച്. വിൽ ബി വിത്ത് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യു. ഓക്കെ, കൊലായി. റൈറ്റ്, താങ്ക് യു.